ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ മേലുദ്യോഗസ്ഥർ ജാതീയമായി അപമാനിച്ചു എന്ന പരാതിയിൽ കേസ്. കൊച്ചി സെൻട്രൽ പോലീസാണ് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് എറണാകുളം റീജിയണൽ ഓഫീസർ DGM നിതീഷ് കുമാർ സിൻഹ, AGM കശ്മീർ സിംഗ് എന്നിവരെ പ്രതിയാക്കി കേസെടുത്തത്. റീജിയൺ ഓഫീസിലെ അസിസ്റ്റന്റ് മാനേജറാണ് പരാതി നൽകിയത്. പരാതി നൽകിയപ്പോൾ പ്രതികാര നടപടി സ്വീകരിച്ചെന്നുള്ള പരാതിയുമുണ്ട്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ആളുടെ സസ്പെൻഷൻ റിവോക്ക് ചെയ്തതിന് ശേഷം പണിഷ്മെന്റ് ആയിട്ട് അഹമ്മദാബാദിലേക്ക് ട്രാൻസ്ഫറും 11 ഇയേഴ്സ് ഇൻക്രിമെന്റ് കട്ട് പ്ലസ് 4 ഇയേഴ്സ് ഇൻക്രിമെന്റ് ഇല്ല. എൻ്റെ ഹസ്ബൻഡിന് 11 ഇയേഴ്സ് സർവീസാണ് ഉള്ളത്. അപ്പോൾ ഒരു ടോട്ടൽ 15 ഇയേഴ്സിന്റെ ഇൻക്രിമെന്റ് ആണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഇപ്പോൾ പ്രസന്റ് സിറ്റുവേഷൻ. ആൾ അഹമ്മദാബാദിൽ പോയി ജോയിൻ ചെയ്തിട്ടില്ല. കാരണം അവർ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നതിന് നോർത്ത് ഇന്ത്യയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും, അവിടെ വേറെ ഇഷ്യൂസ് ഉണ്ടാക്കി നിന്നെ ജോലി കളയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ലാസ്റ്റ് നിതീഷ് കുമാർ സിൻഹ നമ്മളെ ഭീഷണിപ്പെടുത്തിയത് തന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിനക്ക് മനസ്സിലാവും ഉയർന്ന ജാതിയിലുള്ളവർ താഴ്ന്ന ജാതിക്കാരോട് എങ്ങനെയാണ് പെരുമാറുന്നത്, അവിടെ ചെന്നാൽ നിനക്ക് മനസ്സിലാവും എന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ ഇവിടെ പോലും നമ്മൾ ഇത്രയും ഹ്യൂമിലിയേഷൻ അനുഭവിച്ചെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ എന്താവുമെന്ന് അറിയത്തില്ലാത്തതുകൊണ്ട് നമ്മൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ല. ഇവിടെ പ്രധാനമായിട്ടും AGM കശ്മീർ സിംഗ് ആണ്. അദ്ദേഹമാണ് ആളോട് ചായ വാങ്ങിച്ചു തരിക, പലഹാരം വാങ്ങിച്ചു കൊണ്ടുവരിക. എൻ്റെ ഹസ്ബൻഡ് എന്ന് പറയുന്ന സ്കെയിൽ 1-ലുള്ള അസിസ്റ്റന്റ് മാനേജറാണ്. ആളാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ആറോയിൽ കുറേ ചെടിയൊക്കെ ഉണ്ട്, അതിന് വെള്ളം ഒഴിക്കുക, അതിൻ്റെ സ്ഥാനം മാറ്റി വെക്കുക, രാത്രി ആകുമ്പോഴത്തേക്കും കീടനാശിനി അടിച്ചിട്ട് പോവുക. പിന്നെ ആളുടെ വൈഫിന് വേണ്ടിയിട്ട് വേറൊരു ബാങ്കിൻ്റെ പാസ്ബുക്ക് റെഡിയാക്കാനായിട്ട് വിടുക. മകള് അവധിക്ക് വന്നപ്പോൾ മകളുടെ കൂടെ ഷോപ്പിങ്ങിന് പോകാൻ പറയുക. പിന്നെ ഇതുപോലെ ഇതൊക്കെ വർക്കിംഗ് അവേഴ്സിലാണ്. അതിന് ആളുടെ പാൻറ്റ് വാങ്ങിക്കാനാണ് കൂട്ടിന് വരണമെന്നും പറഞ്ഞ് ഹസ്ബൻഡിനെ വേറെ 2 പേരും കൂടെ കൂട്ടിയിട്ട് ലുലുവിൽ പോയതിന് ശേഷം ആളുടെ പാൻറ്റിന് അളവെടുക്കാൻ അവിടുത്തെ സെയിൽസ്മാൻ തുടങ്ങിയപ്പോൾ ഇയാൾ എടുക്കണ്ട, നീ എടുത്താൽ മതി എന്ന് പറഞ്ഞ് എൻ്റെ ഹസ്ബൻഡിനെ കൊണ്ട് അളവെടുപ്പിക്കാനൊക്കെ തുടങ്ങുകയൊക്കെ ചെയ്തിരുന്നു. പിന്നെ ഇത് ഇനി സസ്പെൻഷൻ ഓർഡർ കിട്ടിയതിന് ശേഷം നമ്മളിത് ചാർജ് ഷീറ്റ് വാങ്ങിക്കാൻ പോയപ്പം നിതീഷ് കുമാർ സിൻഹ എന്ന് പറഞ്ഞ ആൾ ക്യാബിനിലേക്ക് വിളിച്ച് വരുത്തിയാണ് ഈ പറയുന്ന ഭീഷണിയൊക്കെ പറഞ്ഞത്. നീ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നീ അനുഭവിക്കുക എന്നുള്ള രീതിയിലും എൻ്റെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞാലും നിനക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഹസ്ബൻഡിനെ കൊണ്ട് കാല് പിടിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അടിച്ചതിൻ്റെ ഉള്ള കേസും നമ്മൾ കൊടുത്തിട്ടുണ്ട് സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ. അതല്ലാതെ ഈ പണിഷ്മെൻറ്റിനെതിരെ ഹൈക്കോടതിയിലും നമ്മൾ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. നവമി ദിനേശ് വിവരങ്ങളുമായി ചേരുന്നു. നവമി, അധികാര ദുർവിനിയോഗം വളരെ വ്യക്തമാണ് ഇവരുടെ വാക്കുകളിൽ. ഇത് ഏത് തരത്തിലാണ് ഈ കേസ് ചാർജ് ചെയ്തിരിക്കുന്നത്? ഏത് സ്വദേശികൾക്കെതിരെ കൂടിയാണ് ഈ കേസ് എടുത്തിരിക്കുന്നത്? അപർണ, ഇപ്പോൾ നമ്മൾ കേട്ടത് ഈ പരാതിക്കാരനായ അല്ലെങ്കിൽ ഈ പീഡനത്തിന് ഇരയായ യുവാവിന്റെ ഭാര്യയാണ് സംസാരിച്ചത്. അവർ പറയുന്നത് തന്റെ ഭർത്താവിന് ഗുരുതരമായിട്ടുള്ള മാനസിക സമ്മർദ്ദം, ഒപ്പം ജോലിയിടങ്ങളിലൊക്കെ വലിയ രീതിയിൽ പീഡനമേൽക്കേണ്ടി വന്നു എന്നാണ്. ഇതിൽ പ്രധാനപ്പെട്ട 2 പേർക്കെതിരെയാണ് ഇപ്പോൾ സെൻട്രൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ എറണാകുളം റീജിയണൽ ഓഫീസ് DGM നിതീഷ് കുമാർ സിൻഹ, AGM കശ്മീർ സിംഗ് എന്നിവരെ പ്രതിയാക്കിക്കൊണ്ടാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഇവർ 2 പേരും ഉത്തരേന്ത്യൻ സ്വദേശികളാണ്, ബീഹാർ സ്വദേശികളാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ പരാതിക്കാരൻ ഈ ബാങ്കിലെ തന്നെ അസിസ്റ്റന്റ് മാനേജറായാണ്, ഓഫീസിലെ അസിസ്റ്റന്റ് മാനേജറായിട്ടാണ് ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ അസിസ്റ്റന്റ് മാനേജറായിട്ടുള്ള യുവാവിനാണ് അതിക്രൂരമായിട്ടുള്ള മാനസിക പീഡനം ഈ ഓഫീസിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. ഒപ്പം ശാരീരികമായിട്ടൊക്കെ ഉപദ്രവിച്ചു. ഈ ഓഫീസിലെ ചെടി നനയ്ക്കുക, ഭാര്യയുടെ പാസ്ബുക്ക് ബാങ്കിൽ കൊണ്ടു കൊടുക്കുക, മകൾ വിദേശത്ത് നിന്ന് വന്നപ്പോൾ ഷോപ്പിങ്ങിനായി കൂടെ പോവുക. ഒപ്പം തന്നെ ഈ കശ്മീർ സിൻഹ എന്ന് പറയുന്ന വ്യക്തിയുടെ അയാൾക്ക് ഈ ആളുടെ തന്നെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സാധനം വാങ്ങുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഈ പരാതിക്കാരനെ കൂട്ടിക്കൊണ്ടു പോകുന്നു. ഇത്തരത്തിലുള്ള ശല്യം സഹിക്കാൻ വയ്യാതെ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മാനസിക പീഡനം ജോലി പോലും ചെയ്യാൻ സമ്മതിക്കാതെ ഇത്തരത്തിൽ കൊണ്ടുപോകുന്നതൊക്കെ തുടർന്ന് ആയപ്പോഴാണ് ഇതിനെതിരെ ഒരു പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ആദ്യം മുളന്തുരുത്തി പോലീസിനാണ് പരാതി നൽകിയത്. ആ പരാതി നൽകാൻ കാരണം ഇത്തരത്തിൽ ഇനിയുള്ള കാര്യങ്ങൾ ആവർത്തിച്ചു കഴിഞ്ഞാൽ ഞാൻ തുടർ നടപടികളുമായി മുന്നോട്ട് പോകും, അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥർക്ക് പരാതി നൽകുമെന്ന് ഈ പരാതിക്കാരൻ പറഞ്ഞു. ഇതിന്റെ പ്രതികാരം നടപടി എന്നോണം ഈ യുവാവിനെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം, ഓഫീസിൽ വെച്ച് മർദ്ദിക്കുന്ന സാഹചര്യം. പിന്നീട് ഭാര്യയുമായി ആശുപത്രിയിൽ പോകുന്നു. മുളന്തുരുത്തി പോലീസിൽ പിന്നീട് പരാതി നൽകുന്നു. പോലീസ് തന്നെ സ്വമേധയാ കേസെടുത്തു. കാരണം ശരീരത്തിൽ ഇതിന്റെ മർദ്ദനത്തിന്റെ പാടുകൾ ഉണ്ടായിരുന്നു. സ്വമേധയാ കേസെടുത്തു. ഈ കേസെടുത്തു എന്നറിഞ്ഞ ഈ മാനേജർ ഉടനെ തന്നെ ഭീഷണിപ്പെടുത്തി, ഈ പരാതി പിൻവലിച്ചില്ല എന്നുണ്ടെങ്കിൽ നിന്നെ മറ്റ് സ്ഥലങ്ങളിലേക്ക്, വടക്കേ ഇന്ത്യയിലേക്ക് തന്നെ
സ്ഥലം മാറ്റം നൽകും, അവിടെ വെച്ചാൽ ഗുരുതരമായിട്ടുള്ള പീഡനമായിരിക്കും നിനക്ക് ഏൽക്കേണ്ടി വരിക, നിന്റെ ജോലി തന്നെ ഞങ്ങൾ തെറിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം. ഈ ഭീഷണിയെ തുടർന്ന് ഈ പരാതി പിൻവലിക്കുകയായിരുന്നു. പക്ഷെ വീണ്ടും ഈ ഓഫീസിൽ എത്തിയപ്പോൾ പീഡനം തുടരുന്നു. താഴ്ന്ന ജാതിക്കാരനാണ് ഈ പരാതിക്കാരൻ. നവമി ദിനേശ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയത്തിൽ. GST രജിസ്ട്രേഷൻ എടുക്കാത്ത ആളുകൾ എടുക്കാൻ നിർബന്ധിതരായി കാണും. അപ്പോൾ ഒരു 15,000 പോലും പുതിയ സംരംഭങ്ങളുടെ GST രജിസ്ട്രേഷൻ ഈ സംസ്ഥാനത്ത് ഉണ്ടായിട്ടില്ല. അപ്പോൾ രാജ്യത്തെ GDP-യിലേക്കുള്ള സംഭാവന വർദ്ധിച്ചിട്ടില്ല. 2 GST രജിസ്ട്രേഷൻ വർദ്ധിച്ചിട്ടില്ല. ഇനി സർക്കാരിന്റെ ഏകജാലക സംവിധാനമായ സ്വിഫ്റ്റ് പറയുന്നത് 1/1/2022 മുതൽ 1/2/2025 വരെ 64,528 ഈ MSME-കൾക്കാണ് അനുമതി നൽകിയിരിക്കുന്നത്. അതായത് മീഡിയം, ചെറുകിട, ഇടത്തരം സംരംഭങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത് എത്രയാണ്? 64,528. സ്വിഫ്റ്റിന്റെ കണക്കാണ്, ഏകജാലക സംവിധാനമായ സ്വിഫ്റ്റിന്റെ കണക്ക് അത്രയുള്ളൂ. ഇനി അത് തന്നെ എങ്ങനെ വന്നത്? 2021 ഒരു മാറ്റം വരുത്തി കേന്ദ്ര ഗവൺമെന്റ്. എന്താ മാറ്റം വരുത്തിയത്? MSME-യുടെ നിർവചനത്തിൽ കേന്ദ്ര സർക്കാർ മാറ്റം വരുത്തി. കോവിഡിനെ തുടർന്ന് കേന്ദ്ര സർക്കാർ ചില്ലറ മൊത്ത വ്യാപാരങ്ങളെ കൂടി MSME എന്നുള്ള നിർവചനത്തിൽപ്പെടുത്തി. നിങ്ങൾ മനസ്സിലാകുന്നുണ്ടോ? 2021 വരെ ചെറുകിട ഇടത്തരം വ്യവസായ സംരംഭങ്ങളായിരുന്നു. 2021 MSME-യുടെ നിർവചനം മാറ്റി. എന്നിട്ട് പറയുന്നു ചില്ലറ മൊത്ത വ്യാപാരങ്ങൾ കൂടി MSME-യിൽ വരുമെന്നാണ്. ഇനി സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക അവലോകന റിപ്പോർട്ടിൽ 2021-22 വരെ റിപ്പോർട്ട് ചെയ്യാതിരുന്ന വ്യാപാര പ്രവർത്തനങ്ങൾ 2022-23 മുതൽ MSME-കളായി റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ചില്ലറ മൊത്ത വ്യാപാരം കൂടി MSME-യിൽ വന്നപ്പോഴാണ് ഈ 64,000 പോലും സംസ്ഥാനത്ത് ഉണ്ടായത് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. അപ്പൊ കാലാകാലങ്ങളായി പ്രവർത്തിക്കുന്ന ചെറുകിട സ്ഥാപനങ്ങൾ പോലും ഈ നിർവചനത്തിന്റെ അടിസ്ഥാനത്തിൽ വർഷങ്ങളായി 20, 30, 40, 50 വർഷം പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ പോലും പുതിയതായി ഈ നിർവചനം മാറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ MSME-ആയി മാറി. അങ്ങനെയാണ് ഈ 64,000 തന്നെ വന്നത്. അപ്പോഴും 3 ലക്ഷം ഒന്നും ആരും പറയുന്നില്ല. ഇനി സംസ്ഥാനത്തിന്റെ ഇത് പറയാം, സ്റ്റാർട്ടപ്പ്. അതാണല്ലോ ഒരു പ്രധാനപ്പെട്ട വിഷയം. സ്റ്റാർട്ടപ്പിന്റെ കാര്യം പറയാം. നമ്മുടെ എന്താ പറയുന്നത്, ഇക്കോസിസ്റ്റം അല്ലേ? സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ 2021 മുതൽ താരതമ്യം ചെയ്യുമ്പോൾ 254% വളർച്ച, വാർഷിക വളർച്ച രേഖപ്പെടുത്തി എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ കണക്ക് ഈ എക്കോസിസ്റ്റത്തിൽ. ഇപ്പോ യഥാർത്ഥത്തിൽ വളരെ വിചിത്രമായൊരു താരതമ്യമാണിത്. 2ാം LDF സർക്കാരിന്റെ 3 വർഷ കാലയളവിൽ ഉണ്ടായിരുന്ന വളർച്ച 1ാം സർക്കാരിന്റെ അവസാന 3 വർഷ കാലയളവിൽ ഉണ്ടായിരുന്നതിനേക്കാൾ 254% വർധന. കറക്റ്റാണ്.